കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ആരണ്യകാന്ഡം 6-ാം സർഗം 35-ാമത്തെ ശ്ലോകം ആണ്. 33, 34, 35 ഒന്നിച്ചാണ് നമ്മൾ ചെയ്തത്. അതിലെന്താ വെച്ചാൽ രാവണൻ്റെ അവസാനത്തെ ഒരു വാക്കാണ് ഒരു വാർണിംഗ് പോലെയാണ്. മാരീചനോട് പറയുകയാണ്. എന്താ പറഞ്ഞേ? അതുകൊണ്ട് വളരെ ആരാധ്യനായിട്ടുള്ള മാരീച നീക്കൂ, ആ മനോഹരമായിട്ടുള്ള, ഞാൻ പറഞ്ഞ പോലെ മനോഹരമായിട്ടുള്ള ആ മാനിൻ്റെ രൂപം ധരിച്ച് രാമലക്ഷ്മണന്മാരെ ആശ്രമത്തിൽ നിന്ന് അകറ്റൂ. അപ്പം ഞാൻ ആ തക്കം നോക്കി ഞാൻ സീതയെ അപഹരിച്ചോളാം. അതിനുശേഷം അങ്ങയുടെ ഡ്യൂട്ടി അത് മാത്രമേ ഉള്ളൂ. മാനായി പോയി അവരെ അകറ്റുക. അത് കഴിഞ്ഞ് അങ്ങ് ഇവിടെ തന്നെ വന്ന് പണ്ടത്തെ പോലെ സുഖമായിരുന്നോളൂ. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇനി എന്നെ പേടിപ്പെടുത്തുന്ന, എനിക്ക് ഭയമുണ്ടാക്കുന്ന ഒറ്റ വാക്ക് അങ്ങയുടെ വായേന്ന് ഉതിർന്നാൽ ഞാൻ എൻ്റെ ഈ ചന്ദ്രഹാസം കൊണ്ട് ഇവിടെ വെച്ച് അങ്ങേ ഇപ്പം വധിക്കും എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറയാം? ഇതൊക്കെ പറഞ്ഞിട്ടും അപ്പം ഇനി നമുക്ക് 36-ഉം 37-ഉം ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ചെയ്യാം കേട്ടോ. മറ്റേൻ്റെ ഒരു വരിയുണ്ട്, 35-ൻ്റെ ഒരു വരിയുണ്ട് കേട്ടോ അതിൽ. മാരീചസ്തദ്വജ ശ്രുത്വാ സ്വാത്മന്യേവാനുചിന്തയത് യദി മാം രാഘവോ ഹന്യാത് തദാ മുക്തോ ഭവാർണവാത് മാം ഹന്യാദ്യതി ചേത് ദുഷ്ടസ്തദാ മേ നിരയോ ധ്രുവം ഇതി നിശ്ചിത്യ മരണം രാമാദുത്ഥായ വേഗത അബ്രവീദ്രാവണം രാജൻ കരോമ്യാജ്ഞം തവ പ്രഭോ. അപ്പം എന്താ അറിയോ? അപ്പം എന്താണ് മാരീചൻ തീർച്ചയാക്കിയത്? അത്ഭുതമില്ല. എന്താ അറിയോ? തദ് വചഹ മാരീച ശ്രുത്വ, ആ രാവണൻ്റെ വാക്കുകളെ കേട്ടിട്ട് സ്വാത്മനി ഏവ അനുചിന്തയത്, മനസ്സിൽ കുറച്ചേരം ആലോചിച്ചു. രാഘവ യതി മാം ഹന്യാൽ, ശ്രീരാമൻ എന്നെ വധിക്കുകയാണെങ്കിൽ തഥാ ഭവാർണവാത് മുക്ത, എനിക്ക് മുക്തി കിട്ടും. പിന്നെ എനിക്ക് ഈ സംസാര ചക്രത്തിൽ തിരിയേണ്ട ആവശ്യമില്ല. രാമൻ്റെ കൈകൊണ്ട് മരിക്കാൻ സാധിച്ചാൽ പിന്നെ സംശയമില്ല, രാമനെ കണ്ടുകൊണ്ട് എനിക്ക് മരിക്കാം. അപ്പം എനിക്ക് മുക്തി കിട്ടും. പിന്നെ എനിക്ക് ഈ ജനന മരണ ചക്രത്തിൽ കടന്ന് തിരിയേണ്ട ആവശ്യമില്ല. രാമൻ കൊല്ലുന്ന ഉറപ്പാണ്, അല്ലാണ്ട് ഞാൻ രക്ഷപ്പെടാൻ പോകില്ല. രാമൻ കൊല്ലും, പക്ഷെ എനിക്ക് രാമനെ കണ്ടുകൊണ്ട് മരണം വരിക്കാം. അപ്പം എനിക്ക് മുക്തി കിട്ടും. പിന്നെ ഈ മരണചക്രത്തെ തിരിയണ്ടല്ലോ. അപ്പം ഈ സംസാര സമുദ്രത്തിൽ നിന്ന് മുക്തനാവും ഞാൻ. അതാണ് ദുഷ്ട മാം ഹന്യാൽ യതി, ഈ ദുഷ്ടനാണ് എന്നെ കൊന്നത് വെച്ചാലോ തദാമി നിരയാ ധ്രുവം, അപ്പം എനിക്ക് നരകം ഷുവറാണ്. ഇതി രാമാത് മരണം നിശ്ചിത്യ, ഇങ്ങനെ രാമനിൽ നിന്ന് തന്നെ മതിയേ എനിക്ക് മരണം എന്ന് തീർച്ചയാക്കിയിട്ട് വേഗത ഉത്ഥായ വേഗം നീട്ടു. പ്രഭോ രാജൻ, ഹേ പ്രഭുവായിട്ടുള്ള എൻ്റെ രാജാവേ, തവ ആജ്ഞാം കരോമി, അങ്ങയുടെ ആജ്ഞ ഞാൻ ഇത് അനുസരിക്കുന്നു. ഇത് രാവണം അബ്രവീത് എന്ന് രാവണനോട് പറഞ്ഞു. നല്ല മിടുക്കൻ തന്നെയാണ് മാരീചൻ. എന്താ അറിയോ കാരണം? അപ്പം മാരീചൻ ഇപ്പോൾ അത് കൂട്ടാക്കിയില്ല വെച്ചാൽ അപ്പം കൊല്ലുന്നു പറഞ്ഞില്ലേ, ചന്ദ്രഹാസം കൊണ്ട് ഇപ്പോൾ വെട്ടി കൊല്ലുന്നു പറഞ്ഞു. അപ്പം പിന്നെ മാരീചൻ കുറച്ച് നേരം ഒന്ന് ആലോചിച്ചു മനസ്സിൽ. എന്നിട്ട് പറഞ്ഞു, ആലോചിച്ചു ആത്മഗതം. എന്താ ആലോചിച്ചതറിയോ? രാമനാണ് എന്നെ കൊല്ലണച്ചോട്ടെ, എനിക്ക് മുക്തി കിട്ടും. ഈ സംസാര സാഗരത്തിൽ നിന്ന് എനിക്ക് മുക്തി കിട്ടും. ഇവിടെ സംസാര സാഗരത്തിൽ എത്ര ജന്മങ്ങളായിട്ട് മുങ്ങി കിടക്കണു. ഈ ദുഃഖങ്ങളും സുഖങ്ങളും മാറി മാറി അനുഭവിച്ചുകൊണ്ട് ഞാൻ ഈ കാലചക്രത്തിൽ തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ശ്രീരാമൻ്റെ കൈ കൊണ്ട് എനിക്ക് മരണം ലഭിച്ചാൽ എനിക്കതിന്ന്
എന്നേക്കുമായിട്ട് മുക്തി ലഭിക്കും. എന്നാലോ ഈ രാവണൻ്റെ കൈകൊണ്ട് മരിച്ചാൽ എനിക്ക് നരകമാണെന്ന് അതിൻ്റെ ഫലം എനിക്ക് ഉറപ്പാണ്. രാവണൻ്റെ കൈകൊണ്ട് മരിച്ചാൽ എനിക്ക് നരകത്തിലും പോകണം, പിന്നെ ആദ്യം ഇവിടെ വന്ന് ജനിക്കണം. മരണചക്ര ഈ സംസാര ചക്രത്തിൽ നിന്നും എനിക്ക് മോചനം ഉണ്ടാവില്ല ഇയാളുടെ കൈകൊണ്ട് മരിച്ച. അതുകൊണ്ട് രാമനെന്ന മരണമാണ് എനിക്കിപ്പോൾ ശരിക്കും നല്ലതെന്ന് തീർച്ചയാക്കിയിട്ട് രാവണനോട് എന്ത് പറഞ്ഞു? ശരി ഹേ പ്രഭോ, ഹേ രാജാവേ, രാജാവ് എന്താ പറഞ്ഞാൽ ഞാൻ ആ കൽപ്പന പോലെ ഞാനൊരു സ്വർണ്ണമാനായിട്ട് പൊക്കോളാം, ശ്രീരാമനെയും ലക്ഷ്മണനെയും അകറ്റിക്കോളാം, അങ്ങയുടെ കൽപ്പന ഞാൻ ശിരസാ വഹിക്കുന്നു എന്ന് പറഞ്ഞു. അത് നല്ലോണം ആലോചിച്ചതിന് ശേഷമാണ് കേട്ടോ പറഞ്ഞത്. മാരീചസ്തദ്വജ ശ്രുത്വാ സ്വാത്മന്യേവാനുചിന്തയത്. പിന്നെ 36-37 യതി മാം രാഘവോ ഹന്യാ തഥാ മുക്തോ ഭവാർണവാത് മാം ഹന്യാദ്യതി ചേദ്ദുഷ്ടസ്തദാ മേ നിരയോ ധ്രുവം ഇതി നിശ്ചിത്യ മരണം രാമാദുത്ഥായ വേഗത. രാമൻ്റെ കയ്യന്നെ മരണം എന്ന് മതി, തീർച്ചയാക്കി വേഗം നീട്ടും ഇവിടുന്ന്, കിടക്കുകയാണല്ലോ അവിടെ. അബ്രവീദ് രാവണം രാജൻ കരോമ്യാജ്ഞാം തവ പ്രഭോ. നേരിട്ട് പറഞ്ഞു, അങ്ങയുടെ ആജ്ഞ ഞാൻ എൻ്റെ ശിരസാ വഹിക്കാം എന്ന് പറഞ്ഞു. ഇനി 38-39 ഇത്യുക്ത്വാ രഥാമാസ്ഥായ ഗതൗ രാമാശ്രമം പ്രതി ശുദ്ധജാംബൂനദപ്രഖ്യോ മൃഗോ ഭൂദ്രൗപ്യബിന്ദുകഃ രത്നശൃംഗോ മണിഖുരോ നീലരത്നവിലോചന വിദ്യുത്പ്രഭോ വിമുഗ്ധാസ്യോ വിചചാരവനാന്തരേ ഇതി ഉക്തം. ഇപ്രകാരം പറഞ്ഞിട്ട്, അതായത് അങ്ങയുടെ ആജ്ഞ ഞാൻ പിന്നെ ശിരസാ വഹിക്കാം എന്ന് പറഞ്ഞിട്ട് രഥമാസ്ഥായ, അല്ല ഇങ്ങനെ പറഞ്ഞിട്ട് രാവണൻ്റെ കഥ പറഞ്ഞ, രഥമാസ്ഥായ തേരിലിരുന്നിട്ട് രാമാശ്രമം പ്രതി ഗതൗ രാമാശ്രമത്തിൻ്റെ അടുത്തേക്ക് പോയി. ശുദ്ധജാംബൂനദ പ്രഖ്യ ശുദ്ധമായ സ്വർണത്തിൻ്റെ പ്രഭയോടും, അതായത് നല്ല സ്വർണ്ണ നിറത്തിൽ, രൗപ്യ ബിന്ദുകഹ വെള്ളപ്പുള്ളികൾ, വെള്ളി നിറത്തിലുള്ള പുള്ളി, സ്വർണ്ണ നിറമാണ് മാനിൻ്റെ ദേഹം മുഴുവൻ, അതിൽ വെള്ളി നിറത്തിലുള്ള പുള്ളികൾ, ചെറിയ ചെറിയ പുള്ളികൾ, രത്നശൃംഗ രത്നം പതിച്ചിട്ടുള്ള കൊമ്പുകൾ, മണിഖുര മാത്രമല്ല രത്നം പതിച്ച കുളമ്പുകളും കാലത്തെ, നീലരത്ന വിലോചന നീലരത്നം പോലുള്ള കണ്ണുകൾ, വിദ്യുൽപ്രഭ അതായത് ഇടിമിന്നൽ പോലെയുള്ള പ്രഭയ ഉണ്ട്, അങ്ങനെ ഓടുമ്പോൾ ഇടിമിന്നൽ മിന്ന തോന്നും. വിമുഗ്ധാസ്യ അതിമനോഹരമായിട്ടുള്ള ആസ്യം ച മുഖത്തോടു കൂടിയ മൃഗ അഭൂത് ഒരു മാനായി ഭവിച്ചു. വനാന്തരേ വിചചാര എന്നിട്ട് ആ ശ്രീരാമൻ്റെ ആശ്രമത്തിൻ്റെ അടുത്തുള്ള ആ വനത്തിൽ കൂടി അങ്ങോട്ട് സഞ്ചരിച്ചു. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം എന്താ പറയുക, രാവണൻ്റെ രഥത്തിൽ തന്നെയാണ് പോയത് മാരീചൻ. ഇങ്ങനെ ശരി അങ്ങ് പറഞ്ഞത് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം രാവണൻ്റെ രഥത്തിലാണല്ലോ വന്നത്. തന്നെ വന്നു എന്നൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞുവല്ലോ, തന്നെ ആരും കൂടാതെയാണല്ലോ മാരീചനെ കാണാൻ വന്നത്. അപ്പോൾ രാവണൻ്റെ രഥത്തിൽ മാരീചനും കയറി. രണ്ടാളും കൂടി ആശ്രമത്തിൻ്റെ സമീപത്തായിട്ടുണ്ടാവണമല്ലോ രാവണനും. ഇപ്പം ഈ മാനായിട്ട് വന്നിട്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും അകറ്റാണല്ലോ ഉദ്ദേശം. അപ്പോൾ ആ സമീപത്ത് തന്നെ വേണമല്ലോ രാവണൻ, എന്നാലല്ലേ ആ തക്കം നോക്കിപ്പോയി സീതയെ അപഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഈ രാവണൻ്റെ രഥത്തിൽ തന്നെ മാരീചനെയും കയറ്റി ആ ശ്രീരാമൻ്റെ ആശ്രമ സമീപത്തിലത്തെ പിന്നെ വനത്തിലേക്ക് പോയി. എന്നിട്ട് എങ്ങനെ നല്ല ഭംഗിയുള്ള ഉടനെ മാരീചൻ, ഇവരൊക്കെ മായാവികളാണ്, ഭയങ്കര മായുണ്ട്. അപ്പോൾ ഉടനെ മാരീചൻ ഒരു മാനായിട്ട് തീർന്നു. എങ്ങനെയാണ് ദേഹം? സ്വർണ്ണമയം, അതുമ്പിൽ വെള്ളിപ്പുള്ളികളുണ്ട്, പിന്നെ രത്നം പതിച്ച കൊമ്പുകൾ, കുളമ്പുകൾ, കണ്ണാണെങ്കിൽ നീലരത്നം പോലെ മിന്നൽ പോലെ തിളങ്ങുന്ന, ആകപ്പാടെ കണ്ടാൽ മിന്നൽ പോലുള്ള തിളക്കം, അതിമനോഹരമായിട്ടുള്ള ആ മുഖം, ശാന്തമായിട്ടുള്ളൊരു മുഖമുള്ള മാന്. ഇങ്ങനെ ഒരു അതിമനോഹരമായിട്ടുള്ള മാനായിട്ട് അങ്ങോട്ട് തീർന്നു ആര്? മാരീചൻ. എന്നിട്ട് ആ ആശ്രമപ്രദേശത്ത് ചുറ്റി സഞ്ചരിച്ചു എന്ന്. ഇത്യുക്ത്വാ രഥാമാസ്ഥായ ഗതൗ രാമാശ്രമം പ്രതി
ശുദ്ധജാംബൂനദപ്രഖ്യോ മൃഗോഭൂത് ദ്രൗപ്യബിന്ദുക. ദ്രൗപ്യബിന്ദു എന്താ? ദ്രൗപ്യബിന്ദു പോലെ എന്ന് പറഞ്ഞാൽ വെള്ളിപ്പുള്ളി. ദ്രൗപ്യബിന്ദു വെച്ചാൽ വെള്ളപ്പുള്ളികൾ ആയിന്ന്. മറ്റതോ ശുദ്ധാംബൂനദപ്രഖ്യ ശുദ്ധമായ സ്വർണത്തിൻ്റെ പ്രഭ, അതാണ്. മറ്റത് പിന്നെ എന്താണ്? ദ്രൗപ്യബിന്ദു പറഞ്ഞാൽ അതായത് സ്വർണ്ണ നിറത്തുമ്പിൽ വെള്ളിപ്പുള്ളി എന്നർത്ഥം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത്യുക്ത്വാ രഥാമാസ്ഥായ ഗതൗ രാമാശ്രമം പ്രതി ശുദ്ധജാംബൂനദപ്രഖ്യോ മൃഗോ ഭൂദ്രൗപ്യബിന്ദുക. രത്നശൃംഗം കൊമ്പൈ, മണിഖുരോ മണി പതിച്ച കുളമ്പും, നീലരത്നവിലോചന നീല നിറത്തിലുള്ള കണ്ണുകളും, വിദ്യുത് പ്രഭോ ഇടിമിന്നൽ പോലെ പ്രകാശം ശോഭ, വിമുഗ്ധാസ്യോ മനോഹരമായിട്ടുള്ള ഹാസ്യം മുഖം, വിചചാരവനാന്തരേ ആ വനത്തിൽ സഞ്ചരിച്ചു. ഇനി ഈ സർഗത്തിൽ 2 ശ്ലോകമുള്ളൂ കേട്ടോ. 40 അത് ഒരു വരിയാണ്. രാമാശ്രമപദസ്യാന്തേ സീതാ ദൃഷ്ടിപഥേ ചരൻ. ആ രാമാശ്രമപദസ്യ അന്തേ ആ രാമൻ്റെ ആശ്രമത്തിൻ്റെ സമീപത്തിൽ സീതാദൃഷ്ടിപഥേ സീതയുടെ കണ്ണെത്തുന്നിടത്ത് ചരൻ സഞ്ചരിച്ചു. സീത ഇങ്ങനെ കാണണം മാന്യെ. ആ സീതയ്ക്ക് കാണാവുന്ന ദൂരത്തിൽ ആ ആശ്രമത്തിന് 4 പുറവും ഓടി സഞ്ചരിച്ചു ഇവൻ. ഈ മാനായിട്ടുള്ള മാരീചൻ സീത തന്നെ കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ആശ്രമത്തിന് സമീപത്ത് സഞ്ചരിച്ചു. അതായത് സീതയുടെ ദൃഷ്ടിമാർഗത്തിലായും കൊണ്ട്. രാമാശ്രമപദസ്യാന്തേ സീതാ ദൃഷ്ടിപഥേ ചരൻ. സീതയുടെ ദൃഷ്ടിപഥത്തിലാവാൻ തക്കവണ്ണം സഞ്ചരിച്ചു. ഈ അവസാനത്തെ ശ്ലോകമാണ് ഈ സർഗത്തിൽ. ക്ഷണം ച ധാവത്യവതിഷ്ഠതേ ക്ഷണം സമീപമാഗത്യ പുനർഭയാവൃത ഏവം സമായാ മൃഗവേഷരൂപധൃക് ചചാര സീതാം പരിമോഹയൻ ഖലഃ. ഇങ്ങനെ തന്നെയാണ് നമ്മളെയും പല കാര്യങ്ങളും മോഹിപ്പിക്കണമല്ലേ. ഇനി അതിലേക്ക് വരാം. പിന്നെ ക്ഷണം ധാവതീച്ച വേഗത്തിലോടും, ക്ഷണം അവധിഷ്ഠത പെട്ടെന്ന് നിൽക്കും, സമീപം ആഗത്യ എന്നിട്ട് അടുത്തേക്ക് വരും, പുനഃ ഭയാവൃത എന്നിട്ട് പേടി നടിച്ചും കൊണ്ട് അകലേക്ക് ഓടും, പലായതെ ഓടുകയും ചെയ്യുന്നു. ഏവം മായാമൃഗവേഷ രൂപതൃക്സ ഖല. ഇങ്ങനെ മായാമൃഗം ആയി വന്ന ആ ഖലൻ ദുഷ്ടൻ, ഓഫ് കോഴ്സ് ശരിക്കും ദുഷ്ടൻ വെച്ചാൽ ദുഷ്ടനായിട്ടുള്ള രാവണൻ പറഞ്ഞ ദുഷ്ടപ്രവൃത്തി ചെയ്യുകയാണല്ലോ. അപ്പോൾ ദുഷ്ടൻ സീതാം പരിമോഹയൻ സീതയെ മോഹിപ്പിക്കുന്നവനായിട്ട് ചചാര അവിടെ മുഴുവൻ സഞ്ചരിച്ചു. അതായത് വേഗം അങ്ങോട്ട് ഓടും, എന്നിട്ടോ പെട്ടെന്ന് അങ്ങോട്ട് നിൽക്കും, പിന്നെയും സീതയുടെ അടുത്തേക്ക് വരും, എന്നിട്ട് പേടി നടിച്ചും കൊണ്ട് അകലേക്ക് ഓടും. ഇങ്ങനെ മായോണ്ട് മാൻവേഷം ധരിച്ചിരിക്കുന്ന ആ ദുഷ്ടൻ സീതയെ മോഹിപ്പിച്ചുകൊണ്ട് അങ്ങനെ അതിൻ്റെ 4 പുറവും നടന്നു. അത് ശരിക്കും പറയാച്ചാൽ വളരെ ശരിയല്ലേ. നമുക്ക് അങ്ങനെയാണല്ലോ അല്ലേ, പല കാര്യങ്ങളും നമ്മളെ മായ തന്നെയാണ് നമ്മളെ മോഹിപ്പിക്കണതേ. എന്നിട്ട് നമ്മൾ ഓരോ അബദ്ധത്തിലും ഒക്കെ ചെന്ന് ചാടും, ദുഃഖത്തിൽ ചെന്ന് ചാടുന്നു. പക്ഷെ നമ്മളും ഇതുപോലെ മായാമോഹിതർ തന്നെയാണ്. ഈ മായാമാനായിട്ട് സീതയെ മോഹിപ്പിക്കുന്ന പോലെ തന്നെയാണ് നമ്മളെ മായയിലത്തെ പല 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 കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും തന്നെ അതെ, പല കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മളെ മായ മോഹിപ്പിച്ചിട്ട് നമ്മളതിൻ്റെ പിന്നാലെ പോയി നമ്മൾ ദുഃഖത്തിൽ ചാടി അല്ലേ. പിന്നെ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ പറ്റാതെയും ആ ദുഃഖത്തിന് പുറകെ ദുഃഖം, കുറച്ച് സുഖം ഉണ്ടാവും, പക്ഷേ ഒരു സുഖവും അനശ്വരമല്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിനെ, അതായത് ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ ഓടി നമ്മൾ ദുഃഖത്തിലെത്തുന്നത് തന്നെയാണ് ഇവിടെയും ശരിക്കും പൊന്മാനായിട്ട് സീതയെ വ്യാമോഹിപ്പിക്കുന്നതുകൊണ്ട് നമ്മളോട് പറയണത് അതന്നെയാണ്. അപ്പം നമുക്ക് 41 വായിച്ച് ഈ ഒരു സർഗം നിർത്താം. അടുത്ത സർഗത്തിൽ നമുക്ക് കുറച്ച് ചെയ്യാം. ക്ഷണം ച ധാവത്യവതിഷ്ഠതേ ക്ഷണം സമീപമാഗത്യ പുനർഭയാവൃത ഏവം സമായാ മൃഗവേഷരൂപധൃക് ചചാര സീതാം പരിമോഹയൻ ഖലഃ. അങ്ങനെ
അവിടെ വ്യാമോഹിപ്പിച്ചുകൊണ്ട് ആ മാരീചൻ അവിടെ നടന്നു. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡേ ഷഷ്ഠസർഗ. ഇനി നമുക്ക് ആരണ്യകാണ്ഡം 7-ാം സർഗത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ശിവൻ തന്നെയാണ് പറയണത്. ആദ്യത്തെ ശ്ലോകം ശ്രീ മഹാദേവ ഉവാച, ശ്രീ പാർവതിയോട് പറയാണ്, അഥ രാമോപി തൽസർവം ജ്ഞാത്വാ രാവണചേഷ്ടിതം ഉവാച സീതാം ഏകാന്തേ ശൃണു ജാനകി മേ വചഃ രാവണോ ഭിക്ഷുരൂപേണ ആഗമിഷ്യതി തേന്ദികം ത്വം തു ഛായാം ത്വദാകാരാം സ്ഥാപയിത്വോടജേ വിശഃ അഗ്നാവദൃശ്യരൂപേണ വർഷം തിഷ്ഠമമാജ്ഞയാ രാവണസ്യ വധാന്തേ മാം പൂർവവദ് പ്രാപ്സ്യസേ ശുഭേ. എന്താ പറയണേ? അഥ ശിവൻ പറയണ, അഥ രാമാഭി അനന്തരം രാമനും തൽ രാവണചേഷ്ടിതം സർവം ജ്ഞാത്വ രാവണൻ്റെ ഇംഗിതം മുഴുവനെ ശ്രീരാമനെ എല്ലാം അറിയാലോ, എല്ലാവരുടെയും എല്ലാം അറിയുന്ന ആളാണല്ലോ. കാരണം എല്ലാവരുടെയും അന്തര്യാമിയല്ലേ ശ്രീരാമൻ. അപ്പോൾ രാവണൻ്റെ ഇംഗിതമൊക്കെ അറിഞ്ഞിട്ട് ഏകാന്തേ സീതാം ഉവാച, ഏകാന്തത്തിൽ സീതയോട് പറഞ്ഞു, ആരും കേൾക്കാതെ സീതയോട് പറഞ്ഞു, ജാനകി മേ വച ശൃണു, ഹേ ജാനകി ജനകപുത്രി എൻ്റെ വാക്ക് കേൾക്കൂ. രാവണ ഭിക്ഷുരൂപേണ രാവണൻ സന്യാസി രൂപത്തോടു കൂടെ തേ അന്തികം ആഗമിഷ്യതി നിൻ്റെ സമീപത്തേക്ക് വരും. ത്വം തു നീയാകട്ടെ ത്വദാകാരം ഛായാം സ്ഥാപയിത്വ നിൻ്റെ ആകൃതി പോലെയുള്ള ആകൃതിയോടുകൂടിയ, അതായത് നീയും മായാസീതയായിട്ട് നീയും മാറി നിൽക്കണം. ശരിക്കുള്ള സീത അവിടുന്ന് മാറിയിട്ട് നീയും മായാസീതയാവണം. ഇപ്പോൾ രാവണൻ മായയല്ലേ പ്രയോഗിക്കണത്, അതേപോലെ നീയും മായ അങ്ങടും പ്രയോഗിച്ചു. നീ ശരിക്കുള്ള നീയ് അപ്രത്യക്ഷമായിട്ട് അവിടെ മായാസീതയായിട്ട് നിന്നാൽ മതി എന്ന് പറയണം. നിൻ്റെ അതേ ആകൃതിയിലുള്ള മായാസീതയാപത്ത് സ്ഥാപിച്ചിട്ട് ഉടജേ വിശ ആ പർണശാലയിലേക്ക് പൊക്കോളൂ. അദൃശ്യരൂപേണ, അതായത് കാണാൻ കഴിയാത്ത രൂപത്തോടു കൂടെ അഗ്നവും മമ ആജ്ഞയാ വർഷം തിഷ്ഠ അഗ്നിയിൽ എൻ്റെ കൽപ്പനപ്രകാരം നീയ് 1 വർഷം ആരും കാണാത്ത തരത്തിൽ ശരിക്കുള്ള സീത അഗ്നിയിൽ എൻ്റെ ഈ ആജ്ഞ അനുസരിച്ച് നീ സ്ഥിതി ചെയ്യൂ. രാവണസ്യ വധാന്തേ രാവണൻ്റെ വധം കഴിഞ്ഞതിന് ശേഷം ശുഭേ ഹേ മംഗളമൂർത്തേ പൂർവവത് മാം പ്രാപ്സ്യസേ. അത് കഴിഞ്ഞ് നമുക്ക് ആദ്യം ഒരുമിക്കാം. എന്താ പറഞ്ഞ ശ്രീരാമനെ എല്ലാം അറിയാലോ, എല്ലാവരുടെ അന്തര്യാമിയാണ്, എല്ലാവരുടെ മനസ്സിൽ കൂടെ പോണതും എല്ലാവരുടെ ചിന്തകളും എല്ലാവരുടെ ആഗ്രഹങ്ങളും എല്ലാവരുടെ ദുഷ്ചിന്തകളും എല്ലാം ഭഗവാൻ അറിയാം. അപ്പോൾ രാവണൻ്റെ ഈ മായാപ്രയോഗം എന്താണ് രാവണൻ ചെയ്യാൻ പോണെന്നും എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്നും സീതയെ കട്ടുകൊണ്ടുപോകാനാണ് ഉദ്ദേശം എന്നൊക്കെ അറിയുന്ന ശ്രീരാമൻ സീതയെ തന്നെ വിളിച്ചിട്ട് സീതയോട് തന്നെ ഏകാന്തത്തിൽ പറഞ്ഞു, രാവണൻ സന്യാസി വേഷം കെട്ടിയിട്ടിപ്പോൾ മായാ സന്യാസിയായി വന്ന് നിൻ്റെ അടുത്തേക്ക് വരും. നീ ഒരു കാര്യം ചെയ്യണം, നീ തന്നെയാണെന്ന് തോന്നും, നിൻ്റെ ആകൃതിയുടെ ആ പ്രതിച്ഛായ ആവണം, ഒരു റിഫ്ലക്ഷൻ പോലെ ആവണം. അങ്ങനെ നീ ആ സ്വന്തം ശരിക്കുള്ള സീത എന്നുള്ള വേഷം മാറി നീയൊരു മായാ സീതയായിട്ട് കണ്ടാൽ ശരിക്ക് സീതയെന്ന് തന്നെ തോന്നിക്കുന്ന തരത്തിൽ യഥാർത്ഥ സ്വരൂപത്തോടുകൂടെ ഈ ആശ്രമത്തിൻ്റെ അന്തർഭാഗം എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ആശ്രമത്തിനുള്ളിലുള്ള അഗ്നിയിൽ ആരും കാണാതെ നിൻ്റെ യഥാർത്ഥ സ്വരൂപം മറയ്ക്കണം. ആ ശരിക്കുള്ള ആ സീത ഉണ്ടല്ലോ, ആ സീത, ആ യഥാർത്ഥ സ്വരൂപമായിട്ടുള്ള സീത ഈ ആശ്രമത്തിൻ്റെ ഉള്ളിൽ അഗ്നിയുണ്ട്, ആ അഗ്നിയിലുള്ളിൽ മറഞ്ഞിരിക്കണം ആരും കാണാതെ. എന്നിട്ട് രാവണനെ അപഹരിക്കാൻ പാകത്തിലുള്ള സീതയായിട്ട് മായാസീതയായിട്ട് ആശ്രമത്തിൽ മായാസീതയുടെ ദേഹത്തോടു കൂടി അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ്, അതായത് ആശ്രമത്തിൻ്റെ അകത്തുള്ള അഗ്നിയിൽ ആർക്കും കാണാൻ കഴിയാത്ത രൂപത്തോടു കൂടി നീ 1 കൊല്ലം വസിക്കണം. ഇത് എൻ്റെ ആജ്ഞയാണ് നിന്നോട്. അതുകൊണ്ട് ഹേ സീതയെ രാവണവധം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുമ്പത്തെ പോലെ നിനക്ക് എന്നോട്
ചേരാം എന്ന് സീതയോട് പറഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ശരിക്കുള്ള സീതയെ തൊടാൻ രാവണന് സാധിക്കില്ല. മായാ സീതയെ മാത്രമാണ് അപഹരിച്ചത്. ശരിക്കുള്ള സീത ആ ആശ്രമത്തിൻ്റെ ഉള്ളിലെ അഗ്നിയിൽ ആരും എല്ലാവർക്കും അദൃശ്യമായിക്കൊണ്ട് ഒരു കൊല്ലം ശ്രീരാമൻ്റെ ആജ്ഞ അനുസരിച്ച് വസിക്കാൻ പോവുകയാണ്. എന്നിട്ട് മായ പ്രയോഗിക്കുന്ന രാവണനോട് മായാസീതയായിട്ട് തന്നെയാണ് സീത പ്രത്യക്ഷപ്പെടാൻ പോണത്. അപ്പം അത് നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. ശ്രീ മഹാദേവ ഉവാച അഥ രാമോപി തത്സർവം ജ്ഞാത്വാ രാവണചേഷ്ടിതം ഉവാച സീതാം ഏകാന്തേ ശൃണു ജാനകി മേ വചഃ രാവണോ ഭിക്ഷുരൂപേണ ആഗമിഷ്യതി തേന്ദികം ത്വം തു ഛായാം ത്വദാകാരാം സ്ഥാപയിത്വോടജേവിഷ അദൃശ്യരൂപേണ വർഷം തിഷ്ഠ, ഒരു കൊല്ലം ആ അഗ്നിയിലുള്ള സ്വസ്വരൂപത്തോടു കൂടി ഇരിക്കുന്ന. മമാജ്ഞയ, അതാണ് എൻ്റെ ആജ്ഞ. രാവണസ്യ വധാന്തേ മാം, രാവണൻ്റെ വധം കഴിഞ്ഞാൽ മാം പൂർവവത് പ്രാപ്സ്യസേ ശുഭേ, പണ്ടേ പോലെ എന്നെ പ്രാപിക്കാം എന്നാണ് പറഞ്ഞത് ശ്രീതോടെ. ശ്രുത്വാ രാമോദിതം വാക്യം, അതും കൂടിയും ചെയ്യാം. ശ്രുത്വാ രാമോദിതം വാക്യം സാപി തത്ര തഥാ കരോത് മായാസീതാം ബഹിസ്ഥാപ്യ സ്വയമന്തർദധേനലേ. അപ്പോൾ രാമോദിതം വാക്യം ശ്രുത്വ, രാമൻ്റെ ഈ വാക്കുകളെ കേട്ടിട്ട് സ അപി തത്ര തഥ അകരോത്, അതുപോലെ തന്നെ ചെയ്തു. മായാസീതാം ബഹിസ്ഥാപ്യ, മായാസീതയെ പുറത്ത് പ്രതിഷ്ഠിച്ചിട്ട് സ്വയം അനലേ അന്തർദധേ, ശരിക്കുള്ള സീത തീയിൽ അന്തർധാനം ചെയ്തു. അപ്പോൾ രാമൻ്റെ ഈ വാക്ക് കേട്ടിട്ട് സീത അതേപോലെ തന്നെ മായാസീതയായിട്ട് പുറത്തിരുന്നു, ആശ്രമത്തിലിരുന്നു. യഥാർത്ഥത്തിലുള്ള സീത അഗ്നിയിൽ ആർക്കും കാണാത്ത വിധത്തിൽ മറയുകയും ചെയ്തു. ശ്രുത്വാ രാമോദിതം വാക്യം സാപി തത്ര തഥാ കരോത് മായാസീതാം ബഹിസ്ഥാപ്യ സ്വയമന്തർദധേനലേ. മായാസീതാ തദാ പശ്യൻ മൃഗം മായാവിനിർമ്മിതം ഹസന്തി രാമമഭ്യേത്യ പ്രോവാച വിനയാന്വിത. മായാസീത തഥാ മായാവിനിർമ്മിതം മൃഗം അപശ്യത്. ഈ മായാസീത മായയാൽ നിർമ്മിക്കപ്പെട്ട പൊക്കമായയി അല്ലേ, മായാസീതയാണ്, മായ കൊണ്ടുള്ള മാനാണ്. അതിൽ ശ്രീരാമൻ ലക്ഷ്മണന് മാത്രമേ മായയിലാണുള്ളൂ, അവരും മായയിൽ ഇറങ്ങി വന്നിരിക്കുകയാണ് അല്ലേ. അനന്തം ബാബാണല്ലോ ശരിക്ക് ഈ മായയിൽ ഗുണം സ്വീകരിച്ച് വന്നിറക്കുകയാണ്. ഭഗവാൻ ശരിക്ക് ആ പരമാത്മ ചൈതന്യമാണ്, സത്വഗുണം സ്വീകരിച്ച് എല്ലാവരും മായയിലത്തെ കളിയാണപ്പോൾ. അപ്പോൾ മായാസീത ഇതുപോലെ ആ മായാനിർമ്മിതമായിട്ടുള്ള മാനിനെ കണ്ടു. മൃഗം അപശ്യത് ഹസന്തി രാമം അഭ്യത്യ, ചിരിച്ചുകൊണ്ട് രാമൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ മായാസീതയെ വിനയാന്വിത, വിനയത്തോടു കൂടിയവളായിട്ട് പ്രോവാച പറഞ്ഞു. അതായത് മായാസീത ഉടനെ മാരീചൻ മായാശക്തി കൊണ്ട് സ്വീകരിച്ച ഈ മാനിൻ്റെ മനോഹരമായിട്ടുള്ള മാനിൻ്റെ രൂപം കണ്ട് ചിരിച്ചും കൊണ്ട് രാമൻ്റെ അടുത്ത് വന്ന് വിനയത്തോടുകൂടി പറഞ്ഞു. 6ഉം 7ഉം കൂടിയും ചെയ്യാം. പശ്യരാമമൃഗം ചിത്രം കാനകം രത്നഭൂഷിതം വിചിത്രം ബിന്ദുഭിര്യുക്തം ചരന്തമകുതോഭയം ബദ്ധ്വാ ദേഹി മമ ക്രീഡാമൃഗോ ഭവതു സുന്ദരഃ തഥേതി ധനുരാദായ ഗച്ഛം ലക്ഷ്മണമബ്രവീത്. രത്നഭൂഷിതം ബിന്ദുഭിയുക്തം വിചിത്രം ചിത്രം കാനകം മൃഗം രാമ പശ്യ, നോക്കൂ രാമ, രത്നം കൊണ്ടുള്ള കൊമ്പ് അലങ്കരിക്കപ്പെട്ടതും നല്ല വെള്ളി പുള്ളികളോട് ചേർന്നതും നാനാവർണ്ണത്തിലുള്ളതുമായ ആശ്ചര്യകരമായിട്ടുള്ള ഈ സ്വർണ്ണ മാനിനെ ഹേ രാമ ഒന്ന് കാണൂ, നോക്കൂ. അകുതോഭയം ചരന്തം തം ബദ്ധ്വ, ഒരു ഭയവും ഇല്ലാണ്ടേ അത് സഞ്ചരിക്കണു, അതിനെ ഒന്ന് പിടിക്കൂ, പിടിച്ച് കെട്ടിയിട്ട് ദേഹി തന്നാലും ഇതിനെ പിടിച്ച് കെട്ടിത്തരൂ, അതിനൊരു പേടിയില്ല, അടുത്തേക്കൊക്കെ വരുന്നുണ്ട്. ഇത്രയൊരു മനോഹരമായിട്ടുള്ള മാനിനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല.
രത്നം പതിച്ച, അതായത് സ്വർണവും വെള്ളിയുമായിട്ടുള്ള പലതരത്തിലുള്ള കളറുള്ള ഈ ഒരു മാനിനെ എനിക്ക് പിടിച്ചു തരൂ. പറയണ്ട, നോക്കൂ, ചരന്തം തം ബദ്ധ്വ ദേഹി, എനിക്കതിനെ പിടിച്ച് കെട്ടി തന്നാലും മമ സുന്ദര ക്രീഡാമൃഗ ഭവതു, എൻ്റെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു കളിപ്പാട്ടായിട്ട് തീരട്ടെ. തഥാ ഇതി ധനു ആദായ ഗച്ഛൻ, അങ്ങനെ പറഞ്ഞ് ശരി അങ്ങനെ ആവട്ടെ ഞാൻ പിടിച്ചു തരാമെന്ന് പറഞ്ഞ് വില്ല് എടുത്ത് പോയി പിന്നാലെ. ലക്ഷ്മണം അബ്രവീത്, എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു, ശരി ഞാൻ അതിനെ പിടിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ പൂമ്പ ലക്ഷ്മണനോട് പറഞ്ഞു, ഹേ രാമ, അപ്പം സീത പറയണതാട്ടോ, ഹേ രാമ, ഈ കനകമൃഗത്തെ ഒന്ന് നോക്കൂ, എത്ര അത്ഭുതമായിരിക്കണു, രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച് നല്ല പുള്ളികളോട് കൂടിയിട്ടുള്ള ഇതിൻ്റെ ഓരോ അവയവത്തിനും ഓരോ നിറാണ്. ഒരു ഭയമില്ലാതെ നോക്കൂ സഞ്ചരിക്കണത്. അത് നമ്മളെ അടുത്തു കൂടെയൊക്കെ ഇതിനെ ഒന്ന് പിടിച്ച് എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. എനിക്കൊരു കളിപ്പാട്ടം പോലെ എനിക്ക് അതിനോട് കളിക്കാലോ എന്ന് പറഞ്ഞപ്പോൾ ശരി അങ്ങനെ ആവാമെന്ന് പറഞ്ഞിട്ട് അമ്പും ധരിച്ച് മാനിനെ പിടിക്കാൻ പോവണതിന് മുമ്പ് ശ്രീരാമൻ ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. അപ്പം ഞാൻ 6ഉം 7ഉം വായിച്ച് നിർത്താം. അതായത് മാനിനെ പിടിക്കാൻ പോവാൻ ഭാവിക്കുമ്പോൾ ലക്ഷ്മണനോട് സീതയെ നല്ലോണം നോക്കണമെന്ന് പറയാൻ ഭാവിക്കുന്നതാണ്. അവിടെ നിർത്താട്ടോ. പശ്യരാമ മൃഗം ചിത്രം കാനകം രത്നഭൂഷിതം വിചിത്രം ബിന്ദുഭിര്യുക്തം ചരന്തമകുതോ ഭയം ബദ്ധ്വാദേഹി മമ ക്രീഡാമൃഗോ ഭവതു സുന്ദര തഥേതി ധനുരാദായ ഗച്ഛം ലക്ഷ്മണമബ്രവീത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.